ഞാൻ അങ്ങനത്തെ കാര്യമൊന്നും എന്നോട് ചോദിക്കല്ലേ. അത് ആ മേലാറ്റൂരിലെ മണ്ഡലം പ്രസിഡന്റിനോട് ചോദിക്കും. വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി കൈരളിക്കാരൻ ചോദിക്കുകയാണ് മേലാറ്റൂര് മണ്ഡലത്തിലെ 8ാം വാർഡ് ഏതാന്ന്. അല്ല, എന്നോട് ഞാൻ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളല്ലേ ഞാൻ. അത് താങ്കൾ പോയി ഒരു വണ്ടി എടുത്ത് മേലാറ്റൂര് പോയിട്ട് മേലാറ്റൂരിലെ മണ്ഡലം പ്രസിഡന്റിനോട് ചോദിക്കും. അപ്പൊ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു തരും. അല്ല, മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു തരും. ഒന്നുമില്ല എന്നിട്ട് ചോദിക്കാനേ, കുത്തിത്തിരിപ്പ് ചോദ്യം ചോദിക്കാണ്. മേലാറ്റൂര് ഏത് മേലാറ്റൂര്? അത് പോയി അന്വേഷിക്കുക. വണ്ടി എടുത്ത് പോയി ഇല്ലേ, അവിടുത്തെ നിങ്ങളുടെ റിപ്പോർട്ടറോട്, കൈരളി റിപ്പോർട്ടറോട് പോയി മേലാറ്റൂരിലത്തെ മണ്ഡലത്തിൽ എന്തായെന്ന് ചോദിക്കുക. എന്നോട് എറണാകുളത്ത് ഇരിക്കുന്ന എന്നോട് മേലാറ്റൂര് മണ്ഡലം. എന്തൊരു കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. വേറെ എന്തെങ്കിലും ചോദ്യം ചോദിക്കും. കൊച്ചി നഗരസഭ ഉജ്ജ്വല വിജയം നേടും. ഉജ്ജ്വല വിജയം. ഞങ്ങളുടെ ടാർഗറ്റ് 3-ൽ 2 സീറ്റുകളും പിടിക്കാനുള്ള ടാർഗറ്റാണ് ഞങ്ങൾ ചെയ്യണം. ആടാ, ഇത് എവിടെ നിന്ന് കിട്ടിയതാണോ ഇത്? ഏത് ഗ്രൂപ്പ്? കോൺഗ്രസിലൊരു ഗ്രൂപ്പുമില്ല, എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഒരു ഗ്രൂപ്പുമില്ല. ഒന്നാമത്തെ ഈ ചാർജുള്ള ഒരാൾ ഞാനാണ്. ഈ കൊച്ചി കോർപ്പറേഷന്റെ ചാർജ് എനിക്കാണ് നേതൃത്വം തന്നിരിക്കുന്നത്. ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ഈ ആർക്കൊക്കെയാണ് ഇതുവരെ കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്കവിടെ നിന്ന് കിട്ടിയാവത് അല്ലെ ചോദിച്ചാണ്. എനിക്കറിയില്ല. കാരണം വെച്ചാൽ അതിന്റെ ഞങ്ങള് സീറ്റ് വിഭജനം UDF-ലെ ഘടകകക്ഷികൾക്ക് കഴിഞ്ഞ് ഞങ്ങളുടെ നേതാക്കന്മാര് അതിലിരിക്കേണ്ട പ്രധാനപ്പെട്ട 2 പേരാണ് എന്റെ ഇടതും വലതും ഇരിക്കുന്നത്. അവർക്ക് പോലും അറിയാൻ പാടില്ല. ആ ചർച്ചയിൽ ഞാൻ ചർച്ചയിലുണ്ടായില്ല. ഈ ചർച്ചയിൽ പങ്കെടുത്ത് ഇവർക്ക് പോലും അറിയില്ലാത്ത കാര്യമാണ്. വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ അല്ല, അതെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് പറയും. കൊച്ചിയിൽ ഞങ്ങൾ കൃത്യമായിട്ട് പറയും. കാരണം ബ്രഹ്മപുരം പ്ലാന്റിന്റെ ഒരു ഓർമ്മയുണ്ട്. അതിന്റെ കരാറെടുത്തവരെ രക്ഷിക്കാൻ കോടികളുടെ അഴിമതി നടത്തി ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിന് തീ കൊടുത്തവരാണ്. അതിന് കൂട്ടുനിന്നവരാണ് ഈ ഭരണകൂടം, 5 വർഷത്തെ ഭരണകൂടം. കോടിക്കണക്കിന് പരിഹാരം ആയില്ലല്ലോ. കോടിക്കണക്കിന് രൂപയുടെ കള്ളക്കച്ചവടം നടത്തിയ കമ്പനിക്ക് അത് കത്തിക്കാൻ അവസരം കൊടുത്ത ആളുകളാണ് ഇവരുള്ളത്. അത് ഞങ്ങൾ പുറത്തുകൊണ്ടുവരും. പിന്നെ 2, ഇവിടെ നടന്ന എല്ലാ വികസന പദ്ധതികളും നടന്നു എന്ന് പറയുന്ന എല്ലാം UDF ഇവിടെ ഭരിക്കുമ്പോൾ, ഇവിടെ കൊച്ചി ഭരിക്കുമ്പോൾ ഞങ്ങൾ കേന്ദ്രത്തിൽ സംസ്ഥാന സർക്കാർ വഴി സമ്മർദ്ദം ചെലുത്തി സ്മാർട്ട് സിറ്റി പ്രോഗ്രാമിലൂടെ വാങ്ങിച്ച തുകയാണ് ഇവിടെ ചെലവാക്കിയിട്ടുള്ളത്. ഞങ്ങൾ കൊണ്ടുവന്ന പൈസയാണ്. ഞങ്ങളുടെ ഭരണം കൊണ്ടുവന്ന പൈസ അല്ലാതെ ഇവിടെ 1 രൂപ ചെലവാക്കിയിട്ടില്ല. 2015 കൊണ്ടുവന്നതാണ്. ഇന്ത്യയിലെ 20 നഗരങ്ങൾക്ക് കൊടുത്തപ്പോൾ 5ാം സ്ഥാനം കൊച്ചിക്കായിരുന്നു. അത് ഗംഭീരമായിട്ട് ഞങ്ങളുടെ അന്നത്തെ ഭരണം നല്ല പ്രസന്റേഷൻ നടത്തി കൊച്ചിയുടെ ആവശ്യങ്ങൾ വെച്ച് ഇന്ത്യയിലെ 5ാമത്തെ സ്ഥാനം മേടിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന 2000 കോടി രൂപയുടെ പരിപാടിയാണ്. 2000 കോടി രൂപയുടെ പരിപാടി. പിന്നെ അവര് കെട്ടിടം പണിതെന്ന് പറഞ്ഞു. ആ കെട്ടിടത്തിന്റെ സ്ഥലം കേവലം 1 സെന്റിന് മറൈൻ ഡ്രൈവിൽ 1.25 ലക്ഷം രൂപയ്ക്ക് ആ സ്ഥലം നൽകിയത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്. 1.5 ഏക്കർ സ്ഥലം കൊടുത്ത് ആണല്ലോ. പിന്നെ അവിടെ അവർക്ക് കെട്ടിടം പണിയാൻ പറ്റാതെ വന്ന സമയത്ത് 250% എക്സസ് കൊടുത്ത് ക്യാബിനറ്റ് തീരുമാനിച്ചത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്. ഞങ്ങളാണ് അതിന്റെ പുറകിൽ എല്ലാം ഉണ്ടായത്. ഇവരൊന്നും ചെയ്യാത്ത. ഇപ്പൊ തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ അനന്ത കൊണ്ടുവന്ന് നമ്മുടെ ഗവൺമെന്റ് കാലത്ത് വെള്ളക്കെട്ട് നിയന്ത്രിച്ചു. ഇവിടെ ഒരു ചെറിയ മഴ പെയ്ത ഇപ്പോഴും വെള്ളത്തിലാണ്. എവിടെ പോയി ഇവരുടെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ? ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊതുകുള്ള 1ാമത്തെ നഗരമായി ഇത് മാറി. ഏറ്റവും കൂടുതൽ തെരുവ് പട്ടികളുള്ള സ്ഥലം കൊച്ചിയാണ്. ഇവർ ഒരു വികസന പ്രവർത്തനവും ഒരു പദ്ധതിയും ഇവർക്കില്ല. ഞങ്ങൾക്ക് ജനങ്ങളെ ഒരു അഭിനന്ദനം ഉണ്ടായാലേ ഒരു മഴ പെയ്താൽ നോക്കി നിങ്ങൾ MG റോഡിലടക്കം വെള്ളക്കെട്ടാണ്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച. ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ.